very body. ഡോക്ടർ റോയി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ നമ്പൂതിരിയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. ബാംഗ്ലൂർ ഉള്ളവർക്ക് അതൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതി അറിയാം എല്ലാവർക്കും. ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ തിരക്കി പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അവസാനം നമ്മുടെ താഴെ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും വിളിക്കാനും ഒരുപാട് മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. നിനക്ക് ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ തോന്നിയത്? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എവിടെ ആയിരുന്നു? അങ്ങനെ ആയിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആയിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ തേടി പോവുകയൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം എന്താ പറയുന്നത് വിഴുങ്ങിയാണ് സംസാരിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ അത്യാവശ്യം കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കെ നമ്പൂതിരിയെ കഥകളും അദ്ദേഹത്തിൻ്റെ വൈഫിനെ സ്വന്തമാക്കിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കല്യാണം കഴിച്ച കാര്യങ്ങൾ അങ്ങനെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും വൈകിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ എല്ലാവരും സബ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. ആ ചാനൽ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ന് ആ ചാനലിലും കുറച്ച് കാര്യങ്ങളൊക്കെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇന്ന് എനിക്ക് ഈ ഒരു വിഷയത്തിൽ 2-3 വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ ഞാൻ കറക്റ്റ് വിവരങ്ങൾ അന്വേഷിച്ചാൽ പറയുകയൊക്കെ ചെയ്തത്. പിന്നെ അവിടുത്തെ CCTV കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ സ്ഥാപനത്തിൽ CCTV കഴിഞ്ഞ 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് അത് വർക്ക് ചെയ്തില്ല? അപ്പോൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ, കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതൊന്നും നമ്മൾ പറയുമ്പം ഇവനൊക്കെ വട്ടാണ്, ഇവനൊക്കെ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളടുത്ത് കാര്യങ്ങൾ എത്തിക്കുക, അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് ഇത്രയും വലിയ കുറ്റമാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ എൻ്റെ വീഡിയോ ആണെന്നവർ പറയുന്നുണ്ട് കിടന്ന് കിതയ്ക്കുന്നുണ്ടോ എന്നൊക്കെ. ശരിയാണ്, കുറച്ച് ദിവസം കൊണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യുന്നില്ല, വെറുതെ ജിമ്മിൽ പോയിട്ട് എന്തൊക്കെ കാട്ടുക, തിരിച്ചു വരിക. അതാണ് ചോദിച്ചവർക്ക് വേണ്ടിയാണ് മറുപടി. കാരണം എനിക്ക് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കമന്റ് ഇട്ടത്. പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് എല്ലാം ഒന്ന് മാറി സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ ആവുമെന്ന് കരുതുന്നു. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. ഇന്ന് എനിക്കൊരാൾ അയച്ചൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രമാത്രം നെഗറ്റീവ് അടിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ അയച്ചു തന്നിട്ട് ഓരോ വ്യക്തികളൊക്കെ പറയുന്നതൊക്കെ കേൾക്കണം. എന്താണ് ഇവരെന്ത് ഷോയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഞാനൊരു വീഡിയോ വെച്ച് തരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം. നമുക്കതൊരു വീഡിയോയിലോട്ട് പോകാം. Very body here. That's the way as you made Lazarus to rise again with your blessing. We ask your merciful love to shine upon him and to grant him eternal blessing. We make this prayer Christ our Lord. ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതിനൊക്കെ പോയി പ്രതികരിക്കാൻ, ഇതിനൊക്കെ പോയി റിയാക്ട് ചെയ്യാനാ കണ്ണാടിയൊക്കെ ചിലപ്പോൾ അവരുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയായിരിക്കും ഒരു വെക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇത്രയും വലിയ സംഭവമാക്കി സംസാരിക്കണ വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ മീഡിയക്കാരാണെങ്കിൽ ഇതെല്ലാം പോയി ഓരോ ക്യാമറയും, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പൃഥ്വിരാജ് ലാലേട്ടൻ്റെ അമ്മ മരിച്ച സമയത്ത് പൃഥ്വിരാജും കണ്ണാടി വെച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഡോക്ടർമാരൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ അറിയാമല്ലോ, ചില മരണത്തിനൊക്കെ ചില ആൾക്കാർക്ക് നല്ല വെൽ ഡ്രസ്സിലായിരിക്കും വരുന്നത്. ഇതൊക്കെ ഒരു നോർമലായിട്ടിട്ടേ ആ ഒരു രീതിയിലെടുക്കുക. എന്തിനാ ഇങ്ങനെ വളച്ചു കുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ഇടുന്നത്? ഞാൻ നോക്കുമ്പോൾ കുറേ പേര് അയച്ചു വന്നു. എനിക്ക് എല്ലാം കൂടെ ഒരു 7 പേരോളം അയച്ചു വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇതൊന്നും അത്ര വലിയ വിഷയമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒരു വീഡിയോ ആന്റണി പെരുമ്പാവൂർ, പുള്ളി നല്ല വിഷമത്തിൽ, അതിനേക്കാളും എനിക്കൊരു വീഡിയോ ഇതായിപ്പോയി. നമ്മുടെ മിഥുൻ, അദ്ദേഹം ശരിക്കും പൊട്ടിക്കരയുമായിരുന്നു അവിടെ വന്നിട്ട്. ഒരുപാട് പരിപാടിക്ക് ഈ പറഞ്ഞ റോയി ആണെങ്കിലും മിഥുൻ ആണെങ്കിലും ഒരുപാട് പരിപാടിക്കും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ തമ്മിലുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ റോയ് ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. ചില പാവപ്പെട്ട മനുഷ്യരൊക്കെ അവിടെ വന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നല്ല രീതി
കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ, അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനീഷിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ബിഗ് ബോസിലെ അനീഷിന് ഒരുപാട് ജനങ്ങൾ, സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങൾ അനീഷിനെ ഏറ്റെടുത്തപ്പം അദ്ദേഹം നിസ്സാരമായിട്ട് വന്നിട്ട് ഒരു ഫ്ലൈറ്റ് വന്നിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ അവിടെ ഒരു ബിസിനസ്സാണ് അവിടെ ചെയ്തത്. അത്രയും പ്രൊമോഷൻ, അതിക്കുള്ള ഒരു വലിയൊരു പ്രൊമോഷൻ ആ ഒരു ഇതിൽ ഈ അടുത്ത സമയത്തൊന്നും കിട്ടി കാണത്തില്ല. കാരണം അത്രയും ജനങ്ങളോട് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലൂടെ. അപ്പൊ അദ്ദേഹം അവിടെ ആ ഒരു ബിസിനസിന്റെ ഒരു മൂവ് നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴും എല്ലാവരും എന്നെ തെറി വിളിക്കുക ചെയ്തത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്കോ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അവർക്ക് എപ്പോഴും ഈ പറയുന്ന, ഞാനൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം അതുപോലത്തെ സംസാരമാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോരുത്തരും മെഴുകിക്കൊണ്ടിരിക്കുന്നത്, അതുപോലത്തെ. പിന്നെ കേസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറേയൊക്കെ സംസാരിച്ചു ഇന്നത്തെ വീഡിയോക്ക്. അത് മൊത്തം പിന്നെയും ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ TJ ജോസഫിനെ ഒരു ദിവസം ഫുള്ള് ഇരുത്തി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ള് ഇരുത്തി. ഇപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിനെ റോയിയുടെ സ്ഥാപനത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ മിക്ക പണച്ചാക്കിന്റെ അടുത്തും അവർ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കൊച്ചിയിലെ ടീമാണ് വന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും ഇച്ചിരി ചൂടായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചൊരു കാര്യം ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ, ഈ ഓഫീസേഴ്സൊക്കെ വരുവാണെങ്കിൽ അടുത്തിരുത്തി ഈ പറയുന്ന അടുത്ത് നിന്ന് മാറ്റത്തില്ല, അവർ ഫോൺ കൊടുക്കത്തില്ല. എന്തെങ്കിലും തോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ പിടിച്ചു വെക്കും. ഒരു മരുന്നുണ്ടെങ്കിൽ പോലും അവരാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടെ എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അമ്മയെ വിളിക്കണം എന്നും പറഞ്ഞിട്ട് റൂമിൽ പോകുന്നു. പിന്നീട് സംഭവിച്ചത് ഇതൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് മറുനാടൻ്റെ ഒരു വാർത്ത വെക്കാം. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് ഒരു വീഡിയോ ആയിട്ട് ഒരാൾ സീക്രട്ട് ഏജന്റ് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. CJ റോയി ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. അത് മാത്രമായിരുന്നു റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്കും മറ്റും കടന്നു വന്നെങ്കിലും CJ റോയിയെ അടയാളപ്പെടുത്തുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ പുറത്താണ്. ആ റോയി അകാലത്തിൽ മരിച്ചിരിക്കുന്നു. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ക്ലോസ് റേഞ്ചിൽ തന്റെ തോക്ക് നെഞ്ചിലേക്ക് ചേർത്ത്, അതായത് വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട്. ആ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൃദയം തുളച്ച്, ശ്വാസകോശം തുളച്ച് ശരീരത്തിൽ പുറത്ത് വെടിയുണ്ട വന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും റോയി കൊല്ലപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. റോയിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഷോക്കിംഗ് വാർത്തയായിരുന്നു. ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. റോയിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് കൊലയ്ക്ക് കൊടുത്തതാണ് എന്നാണ് കുടുംബാംഗങ്ങളും കമ്പനി ജീവനക്കാരും വിശ്വസിക്കുന്നത്. കമ്പനിയുടെ MD ആയ TJ ജോസഫ് ഇത് സംബന്ധിച്ച് കർണാടക പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതക സാധ്യത പോലും അവർ തള്ളിക്കളയുന്നില്ല. ചില ആളുകൾ പറയുന്നത് ഇത് ദുരൂഹമാണ്, കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്തണമെന്നാണ്. മറ്റു ചിലർ പറയുന്നു റോയിയെ വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ തള്ളിവിട്ട് സ്വയം മരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘമെന്ന്. ഇത് രണ്ടിൽ ഏതെങ്കിലും വാസ്തവമാണോ, അതോ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്? ഏത് നിമിഷവും മരണത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വലുതായിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം എന്താ പറയണ്ടേ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ അവരുടെ ബന്ധുക്കാരും ബ്രദറും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും മറുനാടൻ പറയുന്ന ബാക്കി കൂടെ ഒന്ന് കേൾക്കാം. തയ്യാറാണ്, ആഘോഷിച്ചു കഴിഞ്ഞു, സമ്മർദ്ദം താങ്ങേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച് ജീവിച്ചിരുന്ന റോയി പെട്ടെന്നൊരു സമ്മർദ്ദം വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ എല്ലാവരും നടുക്കിക്കൊണ്ട് ജീവൻ എടുത്തതാണോ? അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്നാൽ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ വളരെയേറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. റോയി കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയാണ് റോയി മരണത്തിലേക്ക് പോയതെന്നാണ് കുടുംബം വിശദീകരിക്കുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നാണ്. സമ്മർദ്ദമില്ല എന്നതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. തീർച്ചയായും സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നവർ അതിന് വിശദീകരണം നൽകണം. ഇൻകം ടാക്സോ EDയോ CBIയോ ഒന്നും വേണ്ട. കേരള പോലീസുകാർ പോലും ഒരു പ്രതിയെ പിടികൂടിയാൽ, ഒരാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് അയാളുടെ ദേഹ പരിശോധന നടത്തി അയാളുടെ കൈവശമുള്ളവർക്ക് പിടിച്ചെടുക്കുകയാണ്. അയാളുടെ കയ്യിൽ മുറിവേൽപ്പിക്കാൻ തക്കതായ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും. അപ്പോൾ പിന്നെ തോക്കിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇവർ പറയുന്നത് പോലെ കഴിഞ്ഞ 3 ദിവസമായി റോയി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ, അവരുടെ സമ്മർദ്ദത്തിലായിരുന്നെങ്കിൽ റോയിയുടെ കയ്യിൽ എങ്ങനെ തോക്കുണ്ടായി? ഇത്തരം വാദം ഖണ്ഡിക്കുന്ന മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ MD ജോസഫ് പറയുന്നത് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് താനും റോയിയും ബാംഗ്ലൂരിലെ ആസ്ഥാനത്തെത്തിയതെന്നാണ്. എന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചതനുസരിച്ച് എത്തിയതാണ്. വന്ന ഉദ്യോഗസ്ഥരുമായി പ്രാഥമികമായി സംസാരിച്ചതിന് ശേഷം റോയി തന്റെ ക്യാബിനിലേക്ക് പോയെന്നും ആ ക്യാബിനിൽ ഈ MD ജോസഫ് ഉണ്ടായിരുന്നെന്നും ജോസഫ് തന്നെ പറയുന്നു. ഇടയ്ക്ക് ജോസഫിനോട് റോയി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം, താൻ പുറത്തേക്ക് പോകുമെന്ന്. അങ്ങനെ ജോസഫ് പുറത്തേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ജോസഫ് തിരിച്ചെത്തുകയും റോയിയുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഇൻകം ടാക്സുകാരല്ല, റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവർ തടഞ്ഞു. ആരെയും കയറ്റിവിടരുത് എന്ന് പറഞ്ഞു എന്നാണ് ജോസഫ് പറയുന്നത്. കുറച്ചുനേരം കാത്തുനിന്ന് ജോസഫ് മുറി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നതായി തിരിച്ചറിയുന്നു. ഇതോടെ പാനിക്കായ ജോസഫ് ആ ഡോർ തകർത്താണ് മുറിക്കകത്ത് കയറുന്നത്. കയറുമ്പോൾ മുറിക്കകത്ത് തന്റെ കസേരയിൽ റോയി ചോരയൊലിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ജോസഫ് പറയുന്ന ഭാഷ്യം. ഇവിടെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നത്. ഒന്ന്, കൊലപാതക ആരോപണം ഉന്നയിക്കുന്നവർ, സമ്മർദ്ദ ആരോപണം ഉന്നയിക്കുന്നവർ മറന്നുപോകുന്നത്
മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു എന്നതും ജോസഫിനോട് പുറത്തു പോകാൻ റോയ് പറഞ്ഞു എന്ന് ജോസഫ് അവകാശപ്പെടുന്നു എന്നതുമാണ്. എന്ന് മാത്രമല്ല 3 ദിവസം തുടർച്ചയായി അന്വേഷണ ഏജൻസിയുടെ സമ്മർദ്ദത്തിലും നിയന്ത്രണത്തിലുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് റോയ് തന്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് പോയത്, റോയ്ക്കൊപ്പം ജോസഫും പോയത്? ഒരു കാരണവശാലും റെയ്ഡ് നടക്കുമ്പോൾ ആ പ്രതിയെ പിടിക്കേണ്ടതുണ്ടെങ്കിൽ, ആ പ്രതിയുടെ നീക്കങ്ങൾ, അയാൾ ഫയൽ നശിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ തടയേണ്ടതുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ ഒറ്റയ്ക്ക് വിടാൻ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല. ഇവിടെ റോയ് ജോസഫിനൊപ്പം തന്റെ ക്യാബിനിൽ പോയി ഇരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി എന്ന വാദം പൊളിയുകയാണ്. മാത്രമല്ല ജോസഫിനെ ഇറക്കിവിട്ടത് റോയിയാണ്. റോയ് അതിനുശേഷം വെടിയുതിർത്തു എന്നതിന്റെ തെളിവായി ഇത് മാറുന്നു. ഡിസംബർ മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഹൈക്കോടതി ആദ്യം റോയിയുടെ അപേക്ഷ പരിഗണിച്ച് അന്വേഷണം സ്റ്റേ ചെയ്യുന്നു, പിന്നീട് സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്വേഷണത്തിനെതിരെ റോയ് കോടതിയിൽ പോയത് മെറിറ്റിന്റെ പേരിലായിരുന്നില്ല, നേരെ മറിച്ച് കേരള ഉദ്യോഗസ്ഥർക്ക് കർണാടകയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചായിരുന്നു. അവിടെ റോയ് മറന്നുപോയത് ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഏത് യൂണിറ്റിലുള്ളവരെയും ഒരു അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്നതാണ്. കേരള യൂണിറ്റ് കർണാടകയിൽ ഒരു കേസ് അന്വേഷിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അധികാരമില്ലാതെയാണ് ഇവർ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വിശദമാക്കുന്നത് വലിയൊരു അന്വേഷണം നടന്നിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ്. തോക്ക് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് റോയിക്ക് ക്യാബിനിൽ ഇരിക്കാൻ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ. ഓക്കെ, അപ്പൊ ഈ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാന്ന് നല്ല രീതിയിൽ അറിയണം. ഇവന്മാരൊക്കെ എന്ത് ഉദ്യോഗസ്ഥന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലുള്ള കേസുകളൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ അറിയാലോ, റോയെ പോലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നു, അദ്ദേഹം ലോക്ക് ചെയ്യുന്നു, അമ്മയെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടുത്തെ ആ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴും ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ആരോ വധിക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. അദ്ദേഹം സ്വയം തന്നെ, കാരണം അതുപോലത്തെ എങ്ങനെയായാലും 10,000-4,000 കോടി രൂപയുടെ കുറേ ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നിട്ടുണ്ട്. അത് പുറത്ത് വരും എന്നുള്ളൊരു പേടി. പിന്നെ അത് മാത്രമല്ല, അയാൾ ഇച്ചിരി എന്താ പറയണ്ടേ, ഷോർട്ട് ടേം ബേർഡാണോ, ആരെങ്കിലും ഒരു നെഗറ്റീവോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പുള്ളിക്ക് അതായിരിക്കും. പുള്ളിയുടെ മനസ്സിൽ മൊത്തം വെപ്രാളം എങ്ങനെ കയറിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് തോന്നി ചെയ്തു. എന്തായാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട്. അത് ഒന്ന് ഇതാക്കിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അവിടുത്തെ കർണാടക പോലീസ് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ കണ്ടറിയാം. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.